കപ്പ അഥവാ മരച്ചീനി. ഇവൻ മലയാളിയാണോ? ആണോ? ഇവൻ കേരളത്തിലെത്തിയ ഒരു സംഭവബഹുലമായ കഥ തുടങ്ങാൻ പോവുക. വാസ്കോഡ് ഗാമയ്ക്ക് ശേഷം AD 1500 പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്തു നിന്നും പെട്രോ അൽവാരിസ് ഗബ്രാൾ തന്റെ കപ്പൽ പടയുമായി കേരളത്തെ ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ചു. വാസ്കോഡ് ഗാമ തുടങ്ങിവെച്ച സ്പൈസ് ട്രേഡിനെ കൂടുതൽ വിപുലമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യാത്ര. യാത്രാമധ്യേ ആഫ്രിക്കൻ തീരത്ത് വെച്ച് കൊടുങ്കാറ്റിലും പേമാരിയിലും പെട്ട് അൽവാരിസിന്റെ ചില കപ്പലുകൾ മുങ്ങിപ്പോവുകയും ബാക്കി വന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ച് ഇന്നത്തെ ബ്രസീലിന്റെ തീരത്ത് ആമസോൺ നദിക്കരയിൽ ചെന്ന് ഒരു ഗ്രാമത്തിന് തീരെ അടിയുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ആമസോണിയൻ ഗോത്രക്കാർ ആക്രമണ സ്വഭാവമില്ലാത്തവരായിരുന്നുകൊണ്ട് തറയിലുരുളാതെ പെട്രോ അൽവാരിസും സംഘവും കരയിൽ കാലുകുത്തി. കരയിൽ ചെന്ന് അവർ ഭക്ഷണത്തിന് വേണ്ടി തേടിയപ്പോൾ മനസ്സിലായി അവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ചോളവും കപ്പയുമാണത്രേ. കപ്പയുടെ ജന്മദേശമായും കണക്കാക്കപ്പെടുന്നത് ആമസോണാണ്, ഇന്നത്തെ ബ്രസീൽ. കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്തെടുക്കുന്നതുവരേക്കും ഈ ഗ്രാമത്തിൽ ഈ ആദിമ നിവാസികളോടൊപ്പം താമസിച്ചേ മതിയാവുകയുള്ളൂ. ആ പോർച്ചുഗീസ് നാവികർ അവരുടെ കൂടെ അങ്ങ് കൂടി. ലിസ്ബണിൽ നിന്നും ഉപ്പിട്ടുണങ്ങി ബാരലുകളിൽ കൊണ്ടുവന്ന ബീഫ് പുറത്തെടുത്ത് അവർ കപ്പയും ചേർത്ത് നല്ല ഒന്നാം തരം കപ്പ ബിരിയാണി ഭൂമിയിൽ ആദ്യമായി ആമസോണിന്റെ മണ്ണിൽ പരീക്ഷിക്കുകയും അവർ അതൊന്നിച്ച് കഴിച്ച് ആഘോഷിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ കുക്കിങ്ങിൽ ഏറ്റവും പുരോഗതി പ്രാപിച്ചിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. നമുക്ക് ഫിഷ് മോളിയും വിന്താലുവും സ്റ്റൂവൊക്കെ നൽകിയത് പോർച്ചുഗീസുകാരാണ്. അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ചോളത്തിന്റെയും കപ്പയുടെയും കൃഷിരീതികളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുത്ത പോർച്ചുഗീസ് നാവികർ ഈ കപ്പയെ ബാരലുകളിൽ മണ്ണ് നിറച്ച് അതിനുള്ളിൽ നട്ട് കപ്പലുകളിൽ നിറച്ച് നമ്മുടെ കേരളത്തിലേക്ക് എടുത്തു കൊണ്ടുപോകുന്നു. ഈ യാത്രയിൽ അവർ ആദ്യം കോഴിക്കോട് ചെന്നിറങ്ങാൻ ശ്രമിച്ചെങ്കിലും അവിടെ കലാപമായതുകൊണ്ട് കപ്പലുകൾ നേരെ തിരിച്ചു. ഒരു ക്രിസ്മസ് രാവിൽ കൊച്ചിയിലെ ഫോർട്ട് മാനുവലിൽ ഇറങ്ങിയ പെട്രോ അൽവാരിസ് ഗബ്രാൾ അന്ന് രാത്രി ആഘോഷിക്കാൻ ക്രിസ്മസ് ആഘോഷിക്കാൻ ഈ കപ്പയും ബീഫും ചേർത്തൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കി. കേരളത്തിൽ ആദ്യത്തെ കപ്പ ബിരിയാണി. അപ്പൊ കപ്പ എന്ന് പറയുന്ന സാധനം ആമസോണിയൻ ബ്രസീലുകാരനായിരുന്നുവെന്നും പോർച്ചുഗീസുകാരാണത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നതെന്നും മനസ്സിലായില്ലേ? ഒരു പുതിയ അറിവ് കിട്ടിയില്ലേ? ഇനി പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒരു 10 പേർക്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനേ. അല്ല പിന്നെ